നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദീപങ്ങളുടെ ഉത്സവമായ തൃക്കാർത്തികയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡിസംബർ 4 വ്യാഴാഴ്ച തൃക്കാർത്തികയാണ്. മാർഗശീർഷ മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണിത്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി മൺചിരാതുകൾ കൊണ്ട് അലങ്കരിച്ച് ദേവിയെ വീട്ടിലേക്ക് വരവേൽക്കുന്നു എന്നതാണ് ഈ സുദിനത്തിന്റെ ഐതിഹ്യം. മഹാലക്ഷ്മിക്കും ദുർഗാദേവിക്കും ശിവനും സുബ്രഹ്മണ്യനും ഒരുപോലെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ദിവസം. തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് 3 പ്രധാന ഐതിഹ്യങ്ങൾ ഉള്ളത്. കേരളത്തിൽ തൃക്കാർത്തിക ആദിപരാശക്തിയുടെ ജന്മദിനമായാണ് ആഘോഷിക്കുന്നത്. മഹിഷാസുര നിഗ്രഹത്തിന് ശേഷം ദേവിയെ സ്തുതിച്ചാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ദേവി പ്രീതിക്ക് ഐഗിരി നന്ദിനി എന്ന് തുടങ്ങുന്ന സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം എന്നിവയും ജപിക്കാവുന്നതാണ്. ശിവപ്രീതിക്ക് ശിവ പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കാം. കൂടാതെ മഹാലക്ഷ്മി സാന്നിധ്യം അന്നത്തെ ദിവസം ഭൂമിയിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ആയതിനാൽ മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തുതി, കനകധാര സ്തോത്രം എന്നിവ ജപിക്കാം. മഹാലക്ഷ്മി പൂജ ചെയ്യാവുന്നവർക്ക് ചെയ്യാവുന്നതാണ്, കാരണം അന്ന് പൗർണമി കൂടെയാണ്. കനകധാര സ്തോത്രം ജപിക്കുമ്പോൾ വെറ്റിലയില് നെല്ലിക്കയും നാണയങ്ങളും സമർപ്പിച്ച് ചൊല്ലുകയാണെങ്കിൽ വേഗം ഫലം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. തൃക്കാർത്തിക ദിവസം ഹരിയോ ഹരി വിളിച്ച് കാർത്തിക വിളക്കുമായി പോയി പാടശേഖരങ്ങൾക്ക് നടുവിൽ ദീപം തെളിയിക്കുന്ന കാർഷിക സമൃദ്ധമായ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു ദിനം കൂടിയാണ് മലയാളികൾക്ക്. പലയിനം കിഴങ്ങുകൾ പാകം ചെയ്ത്, അതായത് കാർത്തിക പുഴുക്കെന്ന് പറയും, കുടുംബസമേതം കഴിക്കുന്ന ചടങ്ങും ഇന്നും പലയിടങ്ങളിലും നിലനിൽക്കുന്നതാണ്. കേരളത്തിലെ പ്രധാന ക്ഷേത്രമായ കോട്ടയം ജില്ലയിലെ കുമാർ നെല്ലൂർ കാർത്യായനി ദേവിക്ക് അന്ന് തിരുവുത്സവം കൂടിയാണ്. കൂടാതെ ചോറ്റാനിക്കര, ചക്കുളത്തുകാവ്, കാടാമ്പുഴ എന്നീ പ്രധാന ക്ഷേത്രങ്ങളിലും അന്നത്തെ ദിവസം ദർശനം നടത്തുന്നത് മഹാപുണ്യം ലഭിക്കുന്നതിന് തുല്യമാണ്. തമിഴ്നാട്ടിൽ കാർത്തിക ദീപം എന്നത് ഭഗവാന് ശിവന്റെ ജ്യോതിർലിംഗം പ്രത്യക്ഷമായ ദിവസമായും ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ സുബ്രഹ്മണ്യ ഭഗവാൻ ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ നിന്ന് ജനിച്ച ദിവസമായും ഈ ദിനത്തെ ആചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കാർത്തിക വ്രതം എടുക്കുന്നവർക്ക് അന്നത്തെ ദിവസം വ്രതം എടുക്കാവുന്നതാണ്. സാധാരണ വ്രതം എടുക്കുന്ന പോലെ ഒരിക്കലൂണായിട്ട് വ്രതം നോക്കാവുന്നതാണ്. ചിലർ 3 ദിവസമായും വ്രതം നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലെ ദീപങ്ങളൊക്കെ അലങ്കരിച്ച് തൃക്കാർത്തിക വളരെ ഐശ്വര്യപ്രദമായി ആഘോഷിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.